വർഷം 1984 ഡിസംബർ 2 രാത്രി 12 മണി. ഭോപ്പാൽ ജനതയുടെ മേൽ ഒരു കരിനിഴൽ വീഴ്ത്തിയ കാളരാത്രിയായിരുന്നു അത്. മനുഷ്യരും മൃഗങ്ങളും തെരുവിൽ പിടഞ്ഞു വീണ് മരിച്ച രാത്രി. മൃതദേഹങ്ങൾ അടക്കം ചെയ്യുവാൻ നഗരത്തിലെ ശ്മശാനത്തിൽ സ്ഥലം തികയാതെ വന്ന രാത്രി. The scenes are simply hellish. So much suffering from India's invisible killer. At one point, an official said one death was being recorded every minute from the poison gas leak in the city of Bhopal. എന്തു ചെയ്യണമെന്നറിയാതെ അധികൃതർ നട്ടം തിരിഞ്ഞ രാത്രി. ആ രാത്രിയുടെ കഥയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കൂടെ തൻ്റെ മനസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം 1000ഓളം മനുഷ്യരെ മരണത്തിൽ നിന്ന് കൈപിടിച്ചു കയറ്റിയ ഗുലാം ദസ്തഗീർ എന്ന ധീര മനുഷ്യൻ്റെ കഥ കൂടി. എല്ലാ കൂട്ടുകാർക്കും ഹിസ്റ്റോമീറ്ററിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ആദ്യത്തെ, ഒരുപക്ഷെ ആഘാതത്തിൻ്റെ തോത് വെച്ച് നോക്കിയാൽ ഇന്നുവരെ നടന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തം, ഭോപ്പാൽ വിഷവാതക ദുരന്തം. യൂണിയൻ കാർബൈഡ് കോർപ്പറേഷൻ്റെ ഭോപ്പാലിലെ കീടനാശിനി നിർമ്മാണശാലയിൽ നിന്ന് മീഥൈൽ ഐസോസൈനേറ്റ് എന്ന വിഷവാതകം ടൺ കണക്കിന് ചോർന്ന് നഗരത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ മേൽ മരണത്തിൻ്റെ പുതപ്പ് ചാർത്തിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ നിസ്സഹായരായി നോക്കി നിൽക്കുകയായിരുന്നു കമ്പനിയും സർക്കാർ സംവിധാനങ്ങളും. ചുരുങ്ങിയത് 5 ലക്ഷം പേർക്കെങ്കിലും നേരിട്ടും അല്ലാതെയും ദുരന്തം സമ്മാനിച്ച ഒന്നായിരുന്നു ഭോപ്പാൽ ദുരന്തം. ആദ്യ ആഴ്ചയിൽ തന്നെ മരണസംഖ്യ 5000-നും 10,000-നും ഇടയിലായിരുന്നു. ആകെ മരിച്ചത് 15,000-ഓളം ആളുകളാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2 ലക്ഷം പേർക്ക് അവരുടെ അടുത്ത തലമുറയ്ക്ക് ജീവിതത്തെ സാരമായി ബാധിക്കുന്ന തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഈ വിഷവാതകം ശ്വസിച്ചതുകൊണ്ട് ഉണ്ടാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ആയിരത്തി 1950-കളിലും 60-കളിലും ഇന്ത്യ കടുത്ത ക്ഷാമത്തിലൂടെ കടന്നുപോയ രാജ്യമാണ്. അക്കാലത്താണ് IR8 പോലുള്ള അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ആദ്യമായി ഇറക്കുമതി ചെയ്യപ്പെടുന്നത്. ഈ ഹരിത വിപ്ലവത്തിന് ശേഷം വൻതോതിൽ രാസകീടനാശിനികൾക്ക് ഇന്ത്യയിൽ ഡിമാൻഡ് കൂടുകയുണ്ടായി. ഈ സമയം ഇവയൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാർ ബഹുരാഷ്ട്ര കുത്തകകളെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. അങ്ങനെയാണ് അമേരിക്കൻ കമ്പനിയായ യൂണിയൻ കാർബൈഡ് കോർപ്പറേഷൻ ഇന്ത്യയിലെത്തുന്നത്. എവറിഡി ബാറ്ററി അടക്കം പ്രമുഖ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രമുഖ കമ്പനി തന്നെയായിരുന്നു യൂണിയൻ കാർബൈഡ്. 60കളുടെ അവസാനത്തോടെ തന്നെ അവർ ഇന്ത്യയുടെ പല ഭാഗത്തായി 13 പെസ്റ്റിസൈഡ് ഫാക്ടറികൾ നിർമ്മിച്ചു കഴിഞ്ഞിരുന്നു. അവരുടെ ഇന്ത്യയിലെ 14ാമത്തെ പെസ്റ്റിസൈഡ് ഫാക്ടറിയാണ് 1969-ൽ ഭോപ്പാലിൽ കമ്മീഷൻ ചെയ്യപ്പെടുന്നത്. 1977-ൽ സെവിൻ എന്നു പേരുള്ള ഒരു കീടനാശിനി നിർമ്മിക്കുവാൻ കമ്പനി തീരുമാനിക്കുന്നു. തണ്ടുതുരപ്പൻ, കതിരുവെട്ടി, ചാഴി എന്നിങ്ങനെ 100-ലധികം കീടങ്ങളെ ഒറ്റയടിക്ക് നശിപ്പിക്കുമെന്നുള്ള മൾട്ടിപർപ്പസ് പെസ്റ്റിസൈഡ് ആയിരുന്നു ഈ സെവിൻ. അന്ന് ഗവൺമെൻറ് കൊടുത്തത് വർഷത്തിൽ 5000 മെട്രിക് ടൺ സെവിൻ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ലൈസൻസ് ആയിരുന്നു. ലൈസൻസ് കിട്ടിയപ്പോൾ തന്നെ യൂണിയൻ കാർബൈഡിൻ്റെ ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ് ന്യൂയോർക്കിലുള്ള മാനേജ്മെൻറ്റിന് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ത്യയിലെ ഇപ്പോഴത്തെ വിപണി സാധ്യത വെച്ച് പരമാവധി 2000 മെട്രിക് ടൺ കപ്പാസിറ്റിയുള്ള ഒരു പ്ലാന്റ് നിർമ്മിച്ചാൽ മതിയാവും എന്നായിരുന്നു ആ നിർദ്ദേശം. എന്നാൽ മാനേജ്മെൻറ്റ് ആ നിർദ്ദേശം വിലക്കെടുത്തില്ല. അവർ 5000 മെട്രിക് ടൺ കപ്പാസിറ്റിയുള്ള ഒരു ഭീമൻ പ്ലാന്റ് തന്നെ ഭോപ്പാലിൽ സ്ഥാപിച്ചു. മീഥൈൽ ഐസോസൈനേറ്റ്, ആൽഫ നാപ്തോൾ എന്നിങ്ങനെ 2 അസംസ്കൃത വസ്തുക്കളായിരുന്നു സെവിൻ നിർമ്മിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അതിൽ മീഥൈൽ ഐസോസൈനേറ്റ് അഥവാ MIC വളരെ അപകടം പിടിച്ച ഒരു മാരക വിഷം തന്നെയായിരുന്നു. ഈ ഐസോസൈനേറ്റ് ആദ്യകാലങ്ങളിൽ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയായിരുന്നു. 1980-ലാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുവാൻ വേണ്ടി MIC ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് കൂടി ഭോപ്പാലിലെ ഫാക്ടറിയിൽ സ്ഥാപിക്കുവാൻ മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്നത്. ഇങ്ങനെ നിർമ്മിക്കുന്ന MIC വൻതോതിൽ ശേഖരിച്ചു വെച്ച് വേണ്ടപ്പോൾ എടുത്ത് ഉപയോഗിക്കുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരുന്നത്. ഈ പ്ലാന്റിൽ E610, E611, E619 എന്നിങ്ങനെ 67,000 ലിറ്റർ കപ്പാസിറ്റിയുള്ള അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ടാങ്കുകളിലായാണ് MIC സൂക്ഷിച്ചു വെച്ചിരുന്നത്. MIC എന്ന് പറയുന്നത് വിശേഷിച്ച് ഒരു നിറവുമില്ലാത്ത ഒരു രാസവസ്തുവാണ്. റൂം ടെമ്പറേച്ചറിൽ ദ്രാവകാവസ്ഥയിലുള്ള ഈ രാസവസ്തു ജലവുമായി വളരെ തീവ്രമായി പ്രതിപ്രവർത്തിക്കുന്ന ഒന്നാണ്. ഇത് ശ്വസിക്കുകയോ വായിലൂടെ അകത്തു ചെല്ലുകയോ ചെയ്താൽ മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും വളരെ അപകടം പിടിച്ച ഒന്നാണ്. 5 ppm താഴെയുള്ള സമ്പർക്കം പോലും നെഞ്ചുവേദന, ശ്വാസതടസ്സം,
കണ്ണെരിച്ചിൽ, തൊണ്ടവേദന എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിലും കൂടിയാൽ ശ്വാസകോശത്തിൽ നീർക്കെട്ടുണ്ടാവും. 21 ppm മുകളിലുള്ള സമ്പർക്കം ഉടനടി മരണത്തിന് തന്നെ കാരണമാകും. 5 ppm മുകളിൽ ഇത് മണം കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കില്ല. ഒരു സമയം 3 ടാങ്കുകളിൽ ഒന്നിൽ മാത്രമേ MIC സൂക്ഷിക്കാൻ പാടുള്ളൂ. ഉപയോഗിക്കുന്ന ടാങ്കിൽ 60% കൂടുതൽ MIC നിറയ്ക്കാൻ പാടില്ല. ബാക്കി വരുന്ന സ്ഥലത്ത് 14.3 PSI പ്രഷറിൽ പ്യുവർ നൈട്രജൻ നിറച്ചിരിക്കണം. ഒരു റെഫ്രിജറേഷൻ യൂണിറ്റിന്റെ സഹായത്തോടെ ടാങ്കിന്റെ താപനില 0 ഡിഗ്രിയിൽ നിലനിർത്തണം. അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്കിൽ മാത്രമേ MIC സൂക്ഷിക്കാൻ പാടുള്ളൂ. ഒരു കാരണവശാലും വെള്ളവുമായി MIC സമ്പർക്കപ്പെടാൻ പാടില്ല. കാരണം വെള്ളവുമായി സമ്പർക്കം വന്നാൽ വലിയ രീതിയിലുള്ള ഒരു എക്സോതെർമിക് റിയാക്ഷൻ സംഭവിച്ച് ടെമ്പറേച്ചർ ഉയരാൻ കാരണമാവും. ഇത് വലിയ അപകടം വരാൻ സാധ്യതയുള്ളതാണ്. 80കളിൽ ഇന്ത്യയിൽ അപ്രതീക്ഷിതമായ വരൾച്ചയുണ്ടാവുന്നു. പലയിടത്തും കൃഷികൾ നശിക്കുന്നു. പുതിയ കൃഷികൾ തുടങ്ങുവാൻ ജനങ്ങൾക്ക് കഴിയാതെ വന്നു. സ്വദേശീയ നാടൻ കീടനാശിനികൾ കുറഞ്ഞ ചെലവിൽ ലഭ്യമായതോടെ സെവിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുന്നു. തൽഫലമായി സെവിൻ ഫാക്ടറിയിൽ കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. 1984 ആയപ്പോഴേക്കും വിൽപ്പന 5-1 ഇടിയുകയും ചെയ്തു. പതിയെ കമ്പനി കടക്കണിയിലേക്ക് വീഴുവാൻ തുടങ്ങി. കമ്പനിയെ രക്ഷിക്കാൻ ചിലവ് ചുരുക്കലല്ലാതെ വേറെ ഒരു വഴിയും മാനേജ്മെന്റിനില്ലായിരുന്നു. അതിൻ്റെ ഫലമായി വൻതുക ശമ്പളം പറ്റിയിരുന്ന അമേരിക്കക്കാരനായിരുന്ന പ്ലാന്റ് ഇൻചാർജിനെ മാറ്റി പകരം DN ചക്രവർത്തി എന്ന ഇന്ത്യക്കാരനെ നിയമിച്ചു. പ്ലാന്റിന്റെ പ്രവർത്തനത്തിൽ കാര്യമായ ബോധ്യമില്ലാതിരുന്ന ചക്രവർത്തിയുടെ മേൽനോട്ടത്തിൽ ഭോപ്പാലിലെ പ്ലാന്റിൽ പിന്നീട് നടന്നത് കൂട്ട പിരിച്ചുവിടലായിരുന്നു. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പല ടെക്നീഷ്യന്മാരും ആ പിരിച്ചുവിടലിൽപ്പെട്ട് പുറത്തുപോയി. ചക്രവർത്തി തലപ്പത്തെത്തിയതിനു ശേഷമുള്ള സേഫ്റ്റി ഓഡിറ്റിൽ 61 ഹസാർഡുകളാണ് കണ്ടെത്തിയത്. അതിൽ 30 അതീവ ഗുരുതരമായിരുന്നു. പല പ്രഷർ ഗേജുകളും മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല എന്നും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഭാഗങ്ങൾ ഓർഡിനറി സ്റ്റീൽ ഉപയോഗിച്ച് റിപ്പയർ ചെയ്തതായും ഈ ഓഡിറ്റിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ കമ്പനി ഇതൊന്നും ശ്രദ്ധിക്കാതെ ചിലവ് ചുരുക്കൽ നടപടി തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ 1984 ഡിസംബർ 20 രാത്രി മീഥൈൽ ഐസോസൈനേറ്റ് സൂക്ഷിച്ചിരുന്ന സ്റ്റോറേജ് ടാങ്കിന് മുകളിലുള്ള പൈപ്പിംഗ് സ്ട്രക്ചറിൽ എവിടെയോ ഒരു ലൈൻ ബ്ലോക്ക് ആവുന്നു. അത് ക്ലിയർ ചെയ്യുന്നതിനായി ഗൗരി ശങ്കർ എന്ന കാർബൈഡ് സ്റ്റാഫ് അവിടേക്ക് വരുന്നു. കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ച ഉടൻ തന്നെ അദ്ദേഹം സഹായി റഹ്മാൻ ഖാനോട് ടാങ്കിലുള്ള സ്റ്റോപ്പ് വാൽവ് അടച്ച് പൈപ്പ് ലൈൻ ഫ്ലഷ് ചെയ്യാൻ പറയുന്നു. എന്നാൽ ഏറെ നേരം കഴിഞ്ഞാണ് റഹ്മാൻ മനസ്സിലാക്കുന്നത് വാൽവിനപ്പുറമുള്ള സ്ലിപ്പ് ബ്ലൻഡ് അടച്ചിട്ടില്ല എന്ന കാര്യം. MIC ടാങ്കിലേക്ക് ഒരു കാരണവശാലും വെള്ളം കയറാതിരിക്കാനുള്ള ഒരു സുരക്ഷാ സംവിധാനമാണ് ഈ സ്ലിപ്പ് ബ്ലൻഡ്. ഫ്ലഷ് ചെയ്ത വെള്ളം മുഴുവനായും ടാങ്കിലേക്ക് അപ്പോഴേക്കും കടന്നു കഴിഞ്ഞിരുന്നു. ഏകദേശം 3 മണിക്കൂറോളം വെള്ളം ടാങ്കിലേക്ക് പമ്പായിരുന്നു. രാത്രി 10 മണിയായപ്പോഴേക്കും ഇങ്ങനെ അബദ്ധത്തിൽ കയറിയ വെള്ളവും ടാങ്കിനുള്ളിലെ മീഥൈൽ ഐസോസൈനേറ്റും തമ്മിൽ അതിഭീകരമാം വിധം ഒരു എക്സോതെർമിക് റിയാക്ഷൻ നടക്കുന്നു. ഇതേസമയം കൺട്രോൾ റൂമിലുള്ള സീനിയർ ഓപ്പറേറ്റർ സുമൻ പ്രഷർ ഗേജ് റീഡിംഗ് മാറുന്നത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. 2 PSI കാണിച്ചിരുന്ന പ്രഷർ അപ്പോൾ 10 PSI ആയിരുന്നു കാണിച്ചത്. എന്നാൽ സുമൻ അത് കാര്യമാക്കില്ല. അതിന് കാരണം പ്ലാന്റിലെ മിക്ക ഗേജുകളും കംപ്ലൈൻറ്റ് കാണിക്കുന്നത് അവിടെ ഒരു നിത്യ സംഭവമായിരുന്നു. അതൊരു ടെക്നിക്കൽ എറർ തന്നെയാണെന്നാണ് സുമൻ അപ്പോൾ വിശ്വസിച്ചത്. എന്നാൽ 11:30 ആയപ്പോഴേക്കും കണ്ണു നീർന്നു MIC ലീക്ക് ഉണ്ടോ എന്ന സംശയം പ്രകടിപ്പിച്ച് പ്ലാന്റിലെ കാഷ്വൽ വർക്കർമാർ സുമൻ സമീപിക്കുന്നു. ആ സമയം സുമൻ താൻ മുൻപ് മീറ്ററിൽ കണ്ട റീഡിംഗ് വ്യത്യാസത്തെക്കുറിച്ച് ഓർക്കുന്നു. അയാൾ അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ സമയം മറ്റ് പ്ലാന്റിലുണ്ടായിരുന്ന ചില വർക്കേഴ്സ് 50 അടി മുകളിലുള്ള ഒരു ഫിക്സഡിൽ നിന്ന് തുള്ളിത്തുള്ളിയായി എന്തോ വീഴുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൺട്രോൾ റൂമിലുണ്ടായിരുന്ന ഖുറേഷി എന്ന മറ്റൊരു ഉദ്യോഗസ്ഥനെ ധരിപ്പിക്കുന്നു. എന്നാൽ അയാൾ പറഞ്ഞത് അവിടേക്ക് കുറച്ച് വെള്ളം അടിക്കുവാനും ടീ ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം അവിടേക്ക് ടെക്നീഷ്യൻസിനെ അയക്കാമെന്നുമാണ്. എന്നാൽ 11:30 കണ്ടുപിടിച്ച ആദ്യ ചോർച്ച ശ്രദ്ധിക്കാതെ ടീ ബ്രേക്കിന് വേണ്ടി കാത്തുനിന്ന അവർ നഷ്ടപ്പെടുത്തിയത് ഏതാണ്ട് 1 മണിക്കൂറായിരുന്നു. നിർണായകമായ ആ സമയം ദുരന്തത്തിന് കാരണമായ പ്രധാന വീഴ്ചകളിലൊന്നായിരുന്നു. ടീ ബ്രേക്ക് കഴിഞ്ഞു വന്ന സുമൻ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. 1.5 മണിക്കൂർ മുമ്പ് 10 PSI കാണിച്ചിരുന്ന പ്രഷർ അപ്പോൾ 40 PSI എന്ന വലിയ അപകടം പിടിച്ച ഘട്ടത്തിലെത്തിയിരുന്നു. അത് ടാങ്കിന്റെ സേഫ്റ്റി വാൽവ് ബ്ലീഡ് ആകുന്ന തരത്തിൽ തന്നെയായിരുന്നു. സുമൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിച്ചെന്നത് അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജിന് മുകളിലുള്ള കോൺക്രീറ്റ് സ്ലാബിന് മുകളിലാണ്. സുമൻ കരുതിയതുപോലെ ആയിരുന്നില്ല അവിടുത്തെ കാര്യങ്ങൾ. താൻ ഇട്ടിരുന്ന സേഫ്റ്റി ഷൂ പോലും ഉരുകുന്ന തരത്തിലുള്ള ചൂടായിരുന്നു സ്ലാബിന് മുകളിൽ. സ്ലാബിനടിയിൽ എന്തോ തിളയ്ക്കുന്ന ശബ്ദം അയാൾക്ക് കേൾക്കാമായിരുന്നു.
അധികം താമസിക്കാതെ തന്നെ വലിയ ശബ്ദത്തോടു കൂടി സ്ലാബുകൾ ക്രാക്ക് ആവാൻ തുടങ്ങി. കൺട്രോൾ റൂമിലെത്തിയ സുമന്തയെ കണ്ടത് 3 ടാങ്കുകളെയും ബന്ധിപ്പിക്കുന്ന പൈപ്പിൻ ഹെഡറിന്റെ മുകളിൽ നിന്ന് ഒരു മേഘപടലം പോലെ MIC വാതകം ചോർന്നു പോകുന്നതാണ്. സുമന്തയെ പെട്ടെന്ന് തന്നെ സേഫ്റ്റി അലാറം മുഴക്കുന്നു. അതിവേഗം ഹൈഡ്രജൻ ഓസുകൾ തുറപ്പിച്ച് ഒരു വാട്ടർ കർട്ടൻ ഉണ്ടാക്കി MIC ചോരുന്നതിന്റെ ആഘാതം കുറയ്ക്കാൻ സുമന്ത ഒരു ശ്രമം നടത്തിയിരുന്നു. എന്നാൽ വാതകം ചോരുന്നത് വരെ എത്താനുള്ള പവർ അതിനുണ്ടായിരുന്നില്ല. 120 അടി മുകളിൽ നിന്നാണ് വാതകം ചോർന്നുകൊണ്ടിരിക്കുന്നത്. പ്ലാന്റിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ MIC വാതകത്തിനെയും കൊണ്ട് കാറ്റ് പോയത് ഫാക്ടറി വളപ്പിനോട് ചേർന്ന് കിടക്കുന്ന ചേരി പ്രദേശത്തിലേക്കായിരുന്നു. ഗാഠനിദ്രയിലായിരുന്ന ചേരി നിവാസികളിൽ പലരും ഉറക്കത്തിൽ തന്നെ അന്ത്യശ്വാസം വലിച്ചു. മറ്റുള്ളവർ കണ്ണെരിച്ചിലും തൊണ്ടവേദനയുമായി വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി എങ്ങോട്ടെന്നില്ലാതെ പരക്കം പാഞ്ഞുകൊണ്ടിരുന്നു. ഈ സമയം ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ഡെപ്യൂട്ടി സൂപ്രണ്ട് ഗുലാം ദസ്തഗീർ സ്റ്റേഷൻ മാസ്റ്ററെ കാണുവാൻ വേണ്ടി തൻ്റെ ക്യാബിനിൽ നിന്ന് പുറത്തേക്കിറങ്ങി വരികയായിരുന്നു. പ്ലാറ്റ്ഫോമിലെ ആ ഭീകരമായ കാഴ്ച കണ്ട് അയാൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നവരിൽ പലരും കുഴഞ്ഞു വീണ് കിടക്കുന്നു. മറ്റു ചിലർ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങും നിലവിളികൾ മാത്രം. പെട്ടെന്ന് തന്നെ ദസ്തഗീറിന്റെ കണ്ണുകളും നീറുവാൻ തുടങ്ങി. അയാൾ ഓടി സ്റ്റേഷൻ മാസ്റ്ററിന്റെ റൂമിലേക്ക് എത്തി. അവിടെ കണ്ട കാഴ്ചയും ശരിക്കും അയാളെ ഞെട്ടിച്ചു കളഞ്ഞു. തറയിൽ അനക്കമില്ലാതെ കിടക്കുന്ന സ്റ്റേഷൻ മാസ്റ്ററെയാണ് ദസ്തഗീർ കാണുന്നത്. എത്ര വിളിച്ചിട്ടും അയാൾ ഉണരുന്നില്ല. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അയാൾക്ക് അപ്പോഴും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഒരു നിമിഷത്തേക്ക് അന്ധാളിച്ചു പോയ അയാൾ പെട്ടെന്ന് തന്നെ ധൈര്യം വീണ്ടെടുത്തു. പിന്നീട് തിരിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് വന്ന അയാൾക്ക് കാര്യം മനസ്സിലാകുന്ന തരത്തിൽ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയുടെ ഭാഗത്തു നിന്നും അന്തരീക്ഷത്തിലേക്ക് ഒരു വെളുത്ത പുക ഉയരുന്നത് അയാൾ കണ്ടു. ദസ്തഗീറിന് ഒരു കാര്യം മനസ്സിലായി. ഫാക്ടറിയിൽ നിന്ന് എന്തോ വിഷവാതകം ലീക്കായിരിക്കുന്നു. പിന്നീട് അധികം ആലോചിച്ച് നിൽക്കാൻ അയാൾക്ക് സമയമുണ്ടായിരുന്നില്ല. സ്റ്റേഷന്റെ സകല ഉത്തരവാദിത്വവും അയാൾ ഏറ്റെടുത്തു. ഈ സമയം സ്റ്റേഷനിലേക്ക് ഗോരഖ്പൂർ ബോംബെ എക്സ്പ്രസ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വരുന്ന ഏതെങ്കിലും ഒരു ട്രെയിനിൽ കയറി എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടി പ്ലാറ്റ്ഫോമിൽ പരക്കം പായുന്ന യാത്രക്കാർ ഒരു ഭാഗത്ത്, ഇതൊന്നും അറിയാതെ ദീർഘദൂര യാത്രയുടെ ആലസ്യത്തിൽ മയങ്ങി ആ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന മറ്റ് യാത്രക്കാർ മറ്റൊരു വശത്ത്. ഒരു നിമിഷം ദസ്തഗീറിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഗോരഖ്പൂർ ബോംബെ എക്സ്പ്രസ് ഏകദേശം അരമണിക്കൂറോളം ഭോപ്പാൽ ജംഗ്ഷൻ സ്റ്റേഷനിൽ നിർത്തിയിടേണ്ട ട്രെയിനാണ്. ദസ്തഗീർ സ്വന്തം റിസ്കിൽ ഒരാളെ പോലും അവിടെ ഇറക്കാതെ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന പരമാവധി ആൾക്കാരെ ആ ട്രെയിനിൽ കയറ്റി 5 മിനിറ്റ് കൊണ്ട് ആ സ്റ്റേഷനിൽ നിന്ന് സിഗ്നൽ കൊടുത്തു വിട്ടു. ഉടൻ തന്നെ ദസ്തഗീർ അടുത്തുള്ള സ്റ്റേഷനിൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തു. ഒരു കാരണവശാലും ഒരു ട്രെയിനും ഭോപ്പാലിലേക്ക് കടത്തിവിടരുതെന്ന് അയാൾ അവരോട് ആവശ്യപ്പെട്ടു. ഗുലാം ദസ്തഗീർ എന്ന ആ മനുഷ്യൻ യഥാസമയം ഉചിതമായി പ്രവർത്തിച്ചതുകൊണ്ട് അന്ന് 1000-ഓളം പേരുടെ ജീവനാണ് രക്ഷിക്കാൻ കഴിഞ്ഞത്. ഈ സമയം പരിഭ്രാന്തരായി ഓടിക്കൊണ്ടിരുന്ന ചേരി നിവാസികൾ അടുത്തുള്ള ആശുപത്രിയിൽ അഭയം പ്രാപിച്ചു. എന്നാൽ ഡോക്ടർമാർക്കോ മറ്റ് അധികൃതർക്കോ എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. കൺമുന്നിൽ ആളുകൾ പിടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഡോക്ടേഴ്സ് പകച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. കണ്ണരിയുന്ന പലർക്കും വെറും ഐ ഡ്രോപ്പുകൾ നൽകി അവർ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നേരം വെളുത്തപ്പോഴേക്കും ഭോപ്പാൽ ഒരു ശ്മശാന ഭൂമിയായി കഴിഞ്ഞിരുന്നു. ഏകദേശം 5000-ഓളം ശവശരീരങ്ങളാണ് നഗരത്തിന്റെ പല ഭാഗത്തു നിന്നായി കണ്ടെത്തിയത്. അവിടെ കൊണ്ട് കാര്യങ്ങൾ അവസാനിച്ചില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരുന്നു. ഏതാണ്ട് 15,000-ഓളം ആളുകൾ മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. അനൗദ്യോഗിക കണക്കുകൾ അതിലും ഇരട്ടി ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. യൂണിയൻ കാർബൈഡ് എന്ന വ്യാവസായിക ഭീമന്റെ കെടുകാര്യസ്ഥത ഒന്നുകൊണ്ട് മാത്രമുണ്ടായ ഭീകരമായ ഒരു ദുരന്തം. ഈ ദുരന്തം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇന്നും ഒരു നീറ്റലായി അവശേഷിക്കുന്നു. ഈ 2024-ലുള്ള തലമുറകൾ പോലും ഈ ദുരന്തത്തിന്റെ ബാക്കി പത്രങ്ങളായി ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെയുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഹിസ്റ്റോമീറ്ററിനെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക. ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്.